നമസ്കാരം. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ യുദ്ധക്കുതിയും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകളും ലോകമെമ്പാടും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും പതറാതെ ഇന്ത്യ ശക്തമായ പ്രതിരോധ നയതന്ത്രവുമായി മുന്നോട്ടു പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ് എന്നീ രാജ്യങ്ങളുമായി പ്രതിരോധ സഹകരണം ശക്തമാക്കുകയും മേഖലയിലെ തുർക്കിയുടെ സ്വാധീനം ചെറുക്കുന്നതിന് തന്ത്രപരമായ സഖ്യം രൂപീകരിക്കുകയും ചെയ്യുന്നു. ഈ സഖ്യത്തിൽ ഇസ്രായേലും പങ്കുചേരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിലെ ഒരു നിർണായക നീക്കമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഗ്രീസിന് ദീർഘദൂര ക്രൂസ് മിസൈലുകൾ നൽകാൻ ധാരണയായിട്ടുണ്ട്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് കരയിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിക്കാൻ കഴിയും. തുർക്കിയുടെ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്നത് അങ്കാറയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിൽ പാകിസ്ഥാൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതുപോലെ ഗ്രീസിനും തുർക്കിക്കെതിരെ സമാനമായ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ഇന്ത്യൻ സാങ്കേതിക വിദ്യ സഹായകമായേക്കാം എന്നും റിപ്പോർട്ടുകളുണ്ട്. സൈപ്രസുമായും ഇന്ത്യ സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഗ്രീസ്, സൈപ്രസ് എന്നീ രാജ്യങ്ങളുമായി ഇസ്രായേലിന് നിലവിൽ തന്നെ ശക്തമായ സൈനിക ബന്ധങ്ങളുണ്ട്. ഈജിപ്ത്, ഇസ്രായേൽ, ജോർദാൻ എന്നിവയുൾപ്പെടെയുള്ള കിഴക്കൻ മെഡിറ്ററേനിയൻ രാജ്യങ്ങളുമായി സൈപ്രസ് ഊർജ്ജ സഹകരണത്തിലും ഏർപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഈ പുതിയ നീക്കം കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കാനും പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ അടുപ്പം തടയാനും ലക്ഷ്യമിട്ടുള്ളതാണ്. അതേസമയം ഈ സഖ്യമുണ്ടാകാൻ കാരണവുമുണ്ട്. തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ജമ്മു കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും പാകിസ്ഥാന് സൈനിക സഹായം നൽകുകയും ചെയ്യുന്നത് ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്നു. അയൽ രാജ്യങ്ങളായ ഗ്രീസ്, സൈപ്രസ്, അർമേനിയ എന്നിവയുമായി തുർക്കിക്ക് അതിർത്തി തർക്കങ്ങളും ചരിത്രപരമായ പ്രശ്നങ്ങളുമുണ്ട്. ഈ രാജ്യങ്ങളെ ഇന്ത്യ സഹായിക്കുന്നത് തുർക്കിയുടെ മേഖലയിലെ വിപുലീകരണ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകും. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലും ദക്ഷിണേഷ്യയിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന തുർക്കിയെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഈ സഖ്യത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ശക്തവും തന്ത്രപരവുമാകുന്നു എന്നാണ് ഈ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ലോകരാജ്യങ്ങൾ ഭയക്കുന്ന എർദോഗാനെ നേരിടാൻ ഇന്ത്യക്ക് ഭയമില്ലെന്ന് തെളിയിക്കുന്ന ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും നയതന്ത്ര ബന്ധങ്ങളും എത്രത്തോളം വികസിച്ചുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സൈപ്രസുമായും ഗ്രീസുമായും ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേലും സഹകരിക്കുന്നുണ്ട്. സമീപകാലത്ത് ഇസ്രായേലിൽ നിന്ന് സൈപ്രസിലേക്കുള്ള കുടിയേറ്റം ശക്തമായതിൽ സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക പങ്കുവച്ചിരുന്നു. വിദേശികൾക്ക് പൗരത്വം നൽകുന്നതിൽ പിശുക്ക് കാണിക്കാത്ത രാജ്യമാണ് സൈപ്രസ്. എന്തായാലും ഇസ്രായേലിന്റെ കൂട്ടും സൈപ്രസിൽ മോദിക്ക് കരുത്തേകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.